നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കുടുംബം തകരാതെ നോക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് എന്റെ മോള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുക്കണം. എന്താടി പറ്റില്ലേ നിനക്ക്? കേരളം ഞെട്ടിത്തെറിക്കുന്ന രണ്ട് സെലിബ്രിറ്റികളുടെ സംഗമം. വേണ്ട വേണ്ട, വേണ്ടാത്ത മനക്കോട്ടകളൊന്നും കെട്ടണ്ട. കാര്യം നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. ആരായി പറയുന്നേ? ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ആയി കാണില്ലേ അഖിലിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്? കുറെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. മോളെക്കുറിച്ചുള്ള അമ്മയുടെ പ്രതീക്ഷയും മനസ്സിലായി, അമ്മയുടെ അളവില്ലാത്ത ആഗ്രഹവും മനസ്സിലായി. രാധിക ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരും ശ്യാമേ. അത് ആ കുട്ടിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രക്തഗുണം കാണിക്കാതിരിക്കില്ല. ആകാശത്തിന്റെ നെറുകയിലെത്തി നിൽക്കുമ്പോ കൈ ചൂണ്ടി എനിക്ക് പറയണം, ഏട്ടത്തി, എന്റെ മോളാണ്, അവളെ പ്രസവിച്ചത് ഞാനാണെന്ന്. എന്നിലെ അമ്മ പൂർണ്ണത നേടുന്നത് അവിടെയായിരിക്കും. എങ്ങനെ ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോടാ. ഇതെന്താ രാധിക മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കില് ഇത്ര വലിയ അവസരം വന്നപ്പോ അതിൽ ചെന്ന് ചാടിയെന്ന് പറയും. പക്ഷേ ഇതല്ലല്ലോ. ഇത്ര പക്വതയുള്ളൊരു കുട്ടി ഇല്ല മോനെ, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ദൃശ്യം ഞാനെല്ലാം പ്ലാൻ ചെയ്തതാ. സിനിമയിലെ നായികയാക്കിയാല് എന്നെ വിട്ടു പോവാന്ന് പ്രിയങ്ക വാക്ക് പറഞ്ഞത്. അതല്ലാതെ ഇന്ദ്രജിത് മേനോനെ പോലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അയാളുടെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഒന്ന് കൈനീട്ടിയ രാധിക എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാ. പക്ഷേ എല്ലാവരും താർത്ത് കാണല്ലേ. ആ ഡയറക്ടറുമായിട്ട് നിനക്ക് നല്ല അടുപ്പമല്ലേ? ഒന്ന് വിളിച്ചു നോക്കി നീ നിന്റെ അവസ്ഥയൊന്ന് പറഞ്ഞു നോക്ക്. ഏയ് അതൊന്നും പറ്റില്ല മുത്തശ്ശി. അദ്ദേഹം ഞാനും നല്ല സൗഹൃദ. പക്ഷേ അയാളുടെ പ്രൊഫഷനിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് ഞാൻ കയറി ഇടപെടാൻ പാടില്ലല്ലോ. പിന്നെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂസിക് സ്കൂളിലെ പ്രോഗ്രാം അത്രയ്ക്ക് നന്നായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ക്ഷണിക്കാം. പക്ഷേ രാധിക പോകണമെങ്കില്, പ്രത്യേകിച്ച് പ്രിയങ്കയെ മറികടന്ന ഒരു തീരുമാനം എടുക്കണമെങ്കില് ന്യായമായ എന്തോ ഒന്നുണ്ടടാ. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നീയും പ്രിയങ്കയും തമ്മിൽ പിരിയൂ എന്ന കാര്യം ഏതെങ്കിലും കാരണവശാൽ രാധിക അറിഞ്ഞു കാണൂ? ഞങ്ങള് മുറിയിൽ വെച്ചാ സംസാരിച്ചത്. അത് രാധിക മോള് കേട്ടിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ പ്രിയങ്ക അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? രാധിക മോളുടെ ഈ തീരുമാനത്തിന് പിന്നിൽ അതാ കാരണമെങ്കിലോ? കാരണം എന്തായാലും എന്നെ കുരുക്കിക്കളഞ്ഞല്ലോ. ഇനി പ്രിയങ്കയോട് ഞാൻ എന്താ പറയാ? എന്ത് പറഞ്ഞാ അവളോട് ഇറങ്ങിപ്പോവാൻ പറയാ? ഞാൻ ജീവിതകാലം മുഴുവൻ ഇനി അവളെ നോക്കണ്ടേ? സാരമില്ലടാ, ഇതൊക്കെ മറികടക്കാനുള്ള തടസ്സങ്ങളായിട്ട് കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിത്തടഞ്ഞ് എവിടെ നിന്നായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആദ്യം ഇതിനൊക്കെ ഒരു വ്യക്തത വരട്ടെ. എന്നിട്ട് രാധിക മോളോട് സംസാരിക്കേണ്ടി വന്ന മുത്തശ്ശി സംസാരിക്കാം. മുത്തശ്ശിയുടെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് ചേർത്ത് വച്ചല്ലേടാ പറ്റൂ. അല്ലാതെ എനിക്ക് എങ്ങനെയാ സമാധാനം കിട്ടുക?
മോളെ പ്രിയങ്കേ, എഴുന്നേറ്റ് വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അത് പറ്റില്ല, എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്. അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അമ്മയ്ക്ക് താലോലിക്കേണ്ട ചേച്ചിയല്ലേ? അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ട ചേച്ചിക്കല്ലേ? പോയി ചേച്ചി വിളിച്ചോ. മോളെ അമ്മേ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തിൽ ചേച്ചി വ്യക്തമായ ഒരു തീരുമാനം എടുക്കാതെ ഞാൻ കണിമംഗലത്തേക്ക് മടങ്ങി പോവില്ല. മോളെ എന്താ നീ പറയുന്നേ? പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഭാരമാണെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്ത് ചത്തോളാം. അമ്മേ, ദേ ഇവളുടെ വാശി കണ്ടോ? അവള് വാശി കാണിക്കുന്നതിൽ എന്താ തെറ്റ്? നീ ഇപ്പോഴും നിന്റെ വളർത്തു സന്തതിയുടെ കൂടെയല്ലേ? ആശ കൊടുത്ത് എല്ലാം ചെയ്തതിന് ശേഷവും നീ ഇവളെ ചതിക്കല്ലേ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്ന് അമ്മ ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്ത് പരിഹാരം ഉണ്ടാക്കാവുന്ന? ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അവളാ, ആ രാധിക. അവളെ വിളിക്ക്, അപ്പ വന്ന് കഴിച്ചോളൂ. ദേവേട്ടൻ വല്ലതും കേട്ടോ? കേട്ടു. ഞാൻ രാധിക മോളെന്ന് വിളിക്കാം. രാധികേ, രാധികേ. ദേവാ, ഈ കാര്യത്തിൽ നിന്റെ ഉറച്ച തീരുമാനമാ വേണ്ടത്. അവള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കണം അവളെ. അമ്മ, എന്താ? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല. അവളിനി തിരിച്ച് കണിമംഗലത്തേക്ക് പോകുന്നില്ലെന്നാ പറയുന്നത്. മോളെ, അച്ഛൻ പറഞ്ഞ ഒരു കാര്യവും എന്റെ മോൾ ഇന്നുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് പ്രിയങ്ക ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ നീയും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിന്റെ ആഗ്രഹമല്ല. ഈ കുടുംബം തകരാതെ നോക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് എന്റെ മോള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുക്കണം. എന്താടി, പറ്റില്ലേ നിനക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.